അപ്പോൾ ഈ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംഭവം. അപ്പോൾ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി ഇവർ പോയി അണച്ച് അതിനിടയിൽ അവിടെ പോയി നോക്കിയപ്പോഴാണ് ഇളയ കുഞ്ഞില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആദ്യം നോക്കിയപ്പോൾ 2 കുട്ടികളും കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നി. പിന്നെ വീണ്ടും വന്ന് നോക്കിയപ്പോൾ ഇളയ കുഞ്ഞില്ല എന്നുള്ളതാണ്. ഈ 2 കുട്ടികൾ ആർക്കൊപ്പമാണ് കിടന്നിരുന്നത്? 2 കുട്ടികളും ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനോടൊപ്പം ഇളയ കുഞ്ഞിനെ എടുത്ത് രണ്ടാമത് കിടത്തുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. മൂത്ത കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇളയ കുട്ടിയെ അച്ഛനോടൊപ്പം കിടത്തിയിട്ടാണ് പോയത്. അതിനുശേഷമായിരിക്കാം ഈ തീപിടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ല, അതിനെക്കുറിച്ച് അറിയില്ല, അതിപ്പോഴാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു കുഞ്ഞിനോട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതും അതുമായിട്ട് എന്താണ് ബന്ധം? മുതിർന്ന ആളുകളൊക്കെ നിൽക്കുകയല്ലേ. ഈ മൊഴികളിൽ പൊരുത്തക്കേട് ആദ്യമേ തന്നെ സംശയം തോന്നിയിരുന്നു. അല്ല, ഈ പറയുമ്പോൾ ഇവർ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഉണർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ഓടി മറിയുന്നത് കണ്ടു എന്നുള്ളത് അങ്ങനെ ഒരു കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, ഈ കിണറിനടുത്തൊരു നിഴൽ മാറുന്നത് കണ്ടു എന്ന് കുഞ്ഞിന്റെ അമ്മ പറഞ്ഞിരുന്നു. അല്ലല്ല, അത് ആ സമയത്താണ് പിന്നെ ഈ ഒരു കുഞ്ഞിനെ കാണാതിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പോലീസ് രീതിയിൽ നമുക്ക് അവരോട് കാര്യങ്ങൾ തിരക്കാൻ ഒരു പ്രയാസമുണ്ടായിരുന്നു. ഒരു നിഴൽ മാറുന്നത് കണ്ടിരുന്നു എന്ന് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതായിട്ട് അമ്മയും അടുത്തടുത്ത് നിൽക്കുകയായിരുന്നു.